And before the campaign, when I had come here to visit the victims of the landslide, I met a young boy called Muhammad Hani. അതല്ല, ഈ പ്രചരണത്തിന് മുമ്പ് ഞാൻ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ദുരന്ത ബാധിതരായ ആളുകളെ കാണാൻ വന്നപ്പോൾ മുഹമ്മദ് ഹാനി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനായ ആൺകുട്ടിയെ ഞാൻ കണ്ടു. Who lost every single member of his family except his grandmother. തന്റെ മുത്തശ്ശി ഒഴിച്ചുള്ള എല്ലാവരെയും ആ പയ്യന് ആ മണ്ണിടിച്ചിൽ അന്നത്തെ ദുരന്തത്തെ നഷ്ടപ്പെട്ടു പോയി. When I met this boy, he was brave, but he was also broken. ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് തകർന്നു പോയിരിക്കുകയായിരുന്നു. For 6 hours during the landslide with the flooding waters, he had held on to his mother trying to save her life. ആ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ 6 മണിക്കൂറാണ് ആ കുട്ടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. And after that he had seen his mother being drowned, being washed away by the waters. അതിനുശേഷം വെള്ളത്തിൽ സ്വന്തം അമ്മ ഒഴുകി പോകുന്നത്, മുങ്ങി പോകുന്നത് കണ്ടുകൊണ്ടിരുന്നു ആ കുട്ടി. But when I came back for the election campaign and I was sending him a message asking him what are his hobbies, because I thought after the election I'll send him something. അതിനുശേഷം ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ ഇവിടെ വന്നപ്പോൾ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഹാനിയുടെ വിനോദമൊക്കെ എന്താ? അത് കാരണം ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. This young boy who had lost everything just 4 months ago sent me a message back saying, my hobby is helping those who are suffering. ഈ ചെറുപ്പക്കാരനായ ആൺകുട്ടി 4 മാസങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൺകുട്ടി എനിക്ക് എന്താ മെസ്സേജാണ് തിരിച്ചയച്ചതെന്നറിയാവോ? എൻ്റെ വിനോദമെന്ന് പറയുന്നത് ആളുകളെ സഹായിക്കലാണ്. അതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. Not only is he brave, but he has a heart of gold. He is compassionate. അദ്ദേഹം, ആ കുട്ടി എന്ന് പറയുന്നത് ധൈര്യമുള്ള ഒരു കുട്ടി മാത്രമല്ല, അതിന് സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയമുള്ള കുട്ടിയാണ്, അനുകമ്പയുള്ള കുട്ടിയാണ്. So this young boy, he is your son. That young lady who runs a homestay, she is your daughter. The farmer who is still smiling, although he is in great difficulty, he is your brother. ഈ പറയുന്ന ചെറുപ്പക്കാരനായ ആൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ മകനാണ്. ആ ഹോം സ്റ്റേ നടത്തുന്ന പെൺകുട്ടി നിങ്ങളുടെ സഹോദരിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും ചിരിക്കുന്ന ആ കർഷകൻ നിങ്ങളുടെ സഹോദരനാണ്. And to me, these beautiful people with simple hearts but a clear understanding of human beings, of life, and of what is right and what is wrong, they are the people of India. They are you, who represent all that is beautiful, all that is strong, all that is courageous, all that is united about this beautiful country that we all call ours. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലളിതമായ മനുഷ്യർ, ലളിതമായ ഹൃദയമുള്ള പക്ഷെ ധൈര്യമുള്ള സ്നേഹമുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത്, ഈ രാജ്യമായ ഇന്ത്യയിൽ എന്തൊക്കെയാണോ മനോഹരമായിട്ടുള്ളത് അതിനെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന മനോഹരരായ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും.